ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആണ് കേട്ടോ. മോർണിംഗ് റൊട്ടീനേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ പിന്നെ വേറെ എന്താ ഈവനിങ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്ന സമയമല്ല. മോർണിംഗ് ആണ് ഞാനും ഒത്തിരി സമയം കണ്ടുപിടിക്കുന്നത് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മോനൊന്ന് എഴുന്നേറ്റു. എന്നാലും ഞാൻ അവനെ ഉറക്കി. രണ്ടുപേരും തക്കട് കുട്ടന്മാരായിട്ട് അവിടെ കിടപ്പുണ്ട്. കുപ്പികളെല്ലാം വാരിപ്പറക്കി ഞാനങ്ങനെ എൻ്റെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വിളക്കൊന്നും കൊളുത്താനുള്ള സമയം കിട്ടിയില്ല. ഞാൻ ഇച്ചിരി ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അവരെന്നെ ഉറക്കിയില്ല. അവസാനം ഞാൻ എൻ്റെ ഉറക്കം കണ്ടെത്തി എന്നുള്ളതാണ്. ഈ ഒരു ഇരുട്ട് കാണുന്നത് ലൈറ്റ് ഇടാതെ ഞാൻ വെളിയിലിറങ്ങി പോകുന്നതാണ് കേട്ടോ. ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചുമ്മാ എന്തിനാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പം അടുക്കളയിൽ ചെന്നു എല്ലാം കൊണ്ടുവന്ന് നോക്കി. ഞാൻ പുറത്തേക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് വെട്ടം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി മണി 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണി 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ചേട്ടന് 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. ചിലപ്പോൾ എൻ്റെ കൂട്ടന്മാർ 7 മണിക്ക് ശേഷം എഴുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ് കേട്ടോ ഇത്. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. എവിടം വരെ എത്തും ഈ വീഡിയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ബോട്ടിൽ വാഷ് ചെയ്യാനുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ ഇത്. അപ്പം ആ ഒരു ലിക്വിഡ് ഞാൻ ഫസ്റ്റ് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതിൽ നല്ല ബോട്ടിൽസ് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്രഷ് വെച്ച് ഒന്നുകൂടി വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ബ്രഷിൽ എനിക്ക് 2 തരം, ഒരു വലിയ ബ്രഷുണ്ട്, കുഞ്ഞു ബ്രഷുണ്ട്. അതൊക്കെ കുഞ്ഞു ബ്രഷ് നമുക്ക് നിപ്പിൾസൊക്കെ ബോട്ടിൽസിൻ്റെ നിപ്പിളെല്ലാം വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാമൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പോയി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇഡ്ഡലിയും ചമ്മന്തി കഴിച്ച് മടുത്തു കേട്ടോ. വേഗം ചെയ്യാൻ പറ്റുന്നത് ഇഡ്ഡലിയും ചമ്മന്തി ആയതുകൊണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയാണ് എന്നും. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് ചേമ്പ് കുറച്ചധികം ഇരുന്നു. അപ്പോൾ കാർത്തികയുടെയൊക്കെ ബാക്കി ചേമ്പിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേമ്പ് അല്ലാതെ ഇടുന്നതിനേക്കാളും കുറച്ച് അങ്ങനെ ഇട്ട് ഒരുപാട് ചേമ്പായി നമുക്ക് കണ്ണിൽ കാണുമല്ലോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കുറച്ചിട്ടിട്ട് ചേമ്പ് കൂടുതലിട്ടു. അപ്പോൾ നന്നായിട്ട് സാമ്പാർ കൊഴുത്ത് കിട്ടുമല്ലോ. അങ്ങനെ അത് കുക്കറിലാക്കി നമ്മുടെ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ബോട്ടിൽസ് തിളപ്പിക്കാനായിട്ടിട്ടു. പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിക്കൂട്ടം എടുത്തിട്ട് ഞാൻ എണ്ണയൊക്കെ തടകി ഇഡ്ഡലി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം ഒരു പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ള വീഡിയോസിനെ ഞാനങ്ങ് ഇടുക. ചുമ്മാ ഗാലറി ഫുള്ളായി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ തോരത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറാണ് കേട്ടോ. അപ്പോൾ പയർ തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ 2-3 ദിവസം എന്താണെന്നറിയില്ല, എൻ്റെ തോരത്തിൽ അരപ്പിടുന്നതിന് മുമ്പ് നന്നായിട്ട് പച്ചക്കറി അങ്ങ് വെന്ത് പോകുന്നുണ്ട്. അപ്പോൾ തോരനൊക്കെ ഒരു മുറുകുറുപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ചെന്നപ്പോൾ വീണ്ടും മോൻ എഴുന്നേറ്റിട്ടുണ്ട്. മോളങ്ങനെ ഞാൻ കിടത്തിയിരിക്കുവാണ്. അപ്പം ഇനി അവളെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവളെ പാമ്പേഴ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് അവിടെ നമ്മുടെ ടവലൊക്കെ കുറച്ച് ഈർപ്പമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റി 2 പേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ